പ്രൊഫഷണൽ കുറ്റവാളികൾ എങ്ങനെയാണോ ഒരു കുറ്റകൃത്യം ചെയ്യുന്നത്, ആ തരത്തിലുള്ള ഗൂഢാലോചന കുറ്റകൃത്യം ചെയ്യുന്നതിന് മുമ്പ് ഈ കൗമാരക്കാർ ചെയ്തിരുന്നു. പിടിക്കപ്പെട്ടാലും വലിയ ശിക്ഷ കിട്ടില്ല എന്ന് ഈ പെൺകുട്ടി മറ്റ് 3 കൗമാരക്കാരെയും അറിയിച്ചിരുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പോലീസ് നൽകുന്നത്. പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു പദ്ധതിയും അവർ തയ്യാറാക്കിയിരുന്നു. ഈ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം സ്വന്തം അച്ഛന് മേൽ കെട്ടിവെക്കാനും ഈ 13-കാരി ശ്രമിച്ചു. മാസ്റ്റർ പ്ലാന് 13-കാരിയുടേത്. 10-30 വയസ്സുള്ള പ്രൊഫഷണൽ ക്രിമിനലിനേക്കാളും മാസ്റ്റർ ബ്രെയിൻ. 16 വയസ്സുള്ള കൂടെയുള്ള കുറ്റവാളികൾക്ക് പ്ലാനിങ്ങുകളും മൊത്തം എത്തിച്ചു കൊടുക്കുന്നത് ഈ 13-കാരി. പക്ഷെ എന്നിട്ടും ബാഡ് ടച്ച് ഉണ്ട് എന്നൊരു ന്യൂസ് ആരോപണം വന്നപ്പോൾ പല ആൾക്കാരും മരിച്ച വ്യക്തിയിൽ ആരോപണം ഉന്നയിച്ച് വീഡിയോ ഒക്കെ ചെയ്തു. ശരിയാണ്, ആരോപണം വന്നു കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത സാധനമാണ്. ഈ ആരോപണം അതൊരു വലിയ ടോപ്പിക്കുമാണ്. അതിനെ പറ്റിയിട്ട് വിശദമായിട്ട് പിന്നീട് സംസാരിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. പക്ഷെ ഈ ആരോപണം ഉന്നയിച്ച വ്യക്തിയുടെ മാസ്റ്റർ ബ്രെയിന്, ഈ കുട്ടി പൊട്ടിക്കരഞ്ഞു പോലും പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ ചോദ്യം ചെയ്യുമ്പോൾ അമ്മ വേറൊരാളോട് പോയി എന്നുള്ള ഫീലിങ്സാണ് പോലും പറഞ്ഞത്. അപ്പം അമ്മ വിട്ടുപോയ കുട്ടിക്ക് വെറുപ്പ് അമ്മയോടല്ല വേണ്ടത്. അച്ഛനെ കൊന്നിട്ട് ആ കുറ്റം സ്വന്തം അച്ഛനിലേക്ക് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് അങ്ങനെ ഒരു കണക്ഷൻ ഇല്ല എന്ന് തോന്നുന്നു. ഇതിപ്പം ജുവനലിലേക്ക് പോകുമെന്ന് ആ കുട്ടിക്ക് അറിയായിരുന്നു. ആ കുട്ടി 16 വയസ്സുള്ള കൂടെയുള്ള ചെറുപ്പക്കാരോട് പറയാ പോലും, നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞ് പിടിക്കപ്പെട്ട് കഴിഞ്ഞാലും നമുക്ക് വലിയ ശിക്ഷ കിട്ടൂല എന്നുള്ളത്. ബഹുമാനപ്പെട്ട ഈ നിയമങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരോട് എൻ്റെ ഒരു റിക്വസ്റ്റ് ഉള്ളത്, പഴയ ജനറേഷൻ്റെ ഏജ് ലിമിറ്റ് വെച്ചിട്ടുള്ള ഈ ജുവനൽ എന്ന് പറയുന്ന സംഭവം ഇപ്പോൾ ഒരു 12 വയസ്സിൽ ഒതുക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. കാരണം ഇന്നൊരു 26-കാരൻ, പഴയ ജനറേഷനിലുള്ള 26-കാരൻ ചിന്തിക്കുന്ന പുതിയ കുട്ടികളിൽ 12 വയസ്സുകാർ ചിന്തിക്കുന്നുണ്ട്. ഈ 13-കാരിയുടെ മാസ്റ്റർ ബ്രെയിന് കൊലപാതകം എങ്ങനെ ചെയ്യണം, നിങ്ങൾ എനിക്ക് വയറ്റിന് വേദനയായതുകൊണ്ട് മരുന്നും കൊണ്ട് വന്നാന്ന് പ്ലാൻ ചെയ്യാം. 6.5 പവനുണ്ട്, അതിൻ്റെ പൊന്നിന് കിട്ടുന്ന വില കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരാൾക്ക് ഐഫോൺ, ഒരാൾക്ക് ബൈക്ക് ഓഫർ ചെയ്ത്, അതായത് ഈ 16 വയസ്സുള്ള കുട്ടികളെ പ്രേരിപ്പിച്ച് ഒരു കൊല നടത്താൻ ഈ കുട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റേജിൽ ഇവൾ എന്തായി മാറും? എല്ലാ കേസുകളും ജുവനലിലേക്ക് വിടുന്നതിന് പകരം ചില കേസുകൾ പക്ക ക്രിമിനൽ ആക്ടിവിറ്റി ആയിട്ട് കണ്ടിട്ട് ഇതിനൊരു ഏജ് ലിമിറ്റ് വെച്ചേക്കണം. ഇപ്പൊ നമ്മൾ കേൾക്കുന്നില്ലേ, 10ാം ക്ലാസ് തല്ലിക്കൊന്നു സഹപാഠിയെ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പ്രധാന അധ്യാപികയെ കുത്തിക്കൊന്നു, എത്രയോ കുത്തുകളാ പോലും ആ ശരീരത്തിലുള്ളത്. അപ്പൊ ഇതൊക്കെ ജുവനലിലേക്ക് പോകുന്നതിന് പകരം ഏജ് ലിമിറ്റ് 12ൽ ഒതുക്കണം. കാരണം ഈ ജനറേഷനിൽ 12 വയസ്സുള്ള കുട്ടികൾ, നമ്മളെല്ലാം ജനറേഷനിൽ 20ഉം 22 വയസ്സിൽ ചിന്തിക്കുന്ന ചിന്താഗതികൾ അവർ ചെയ്യുന്നുണ്ട്. അതൊരു പോസിറ്റീവ് സെൻസിൽ എടുക്കാം. അതേപോലെ തന്നെ നമ്മളെ ജനറേഷനിലുള്ള 25-കാരനായ ക്രിമിനൽ ആൾക്കാരുടെ മൈൻഡ് സെറ്റ് ഇപ്പം ആ ഒരു ക്രിമിനൽ മൈൻഡ് സെറ്റിൽ വളരുന്ന കുട്ടികൾക്ക് 12 വയസ്സ് മുതലേ ഉണ്ട് എന്നുള്ളൊരു ബോധം വേണം. ഇപ്പോഴുള്ള കുട്ടികളെ നമ്മൾ എല്ലാ തരത്തിലും റെസ്പെക്ട് ചെയ്യണം. അതൊരു ഗുണ്ടയായാലും ശരി, നല്ല കഴിവുള്ളവനായാലും ശരി. ശിക്ഷാവിധി 18 മാറ്റിയിട്ട് 12-ലാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം.